ബഹുമാനപ്പെട്ട SYS നാഷണൽ ഡെലിഗേറ്റ്സ് മീറ്റ് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയാണ്. അതിന്റെ ലൈവ് എപ്പോഴാണ് എത്തുക എന്നറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ലൈവ് നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആ ലൈവ് എത്തുന്നതിന് മുമ്പ് അല്പഭാഗം ഫത്ഹുൽ മുഈൻ നമുക്ക് ഓതാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എവിടെ നിന്നാണ് നമുക്ക് ആവശ്യമെന്നത് അബൂ ഹസൻ സ്ഥലത്തുണ്ട്, ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നറിയിക്കാം. അൽഹംദുലില്ലാഹ്, ക്ലാസ് നമുക്കിപ്പം തന്നെ തുടങ്ങിയേക്കാം അല്ലേ? അതെ, നഹ്വു ദമി ഗൈരിഹി അവിടെ നിന്നാണോ? ഒരു പകുതിയാണല്ലോ സഹോദര. നഹ്വി ദമി ഗൈരിഹി എന്ന് പറയുന്നത് ഒരു പകുതി ഭാഗമാണ്. നമ്മളൊരു പകുതിയിലാണോ ഉള്ളത്? അതെ അല്ലെ, ഒരു പകുതി ഭാഗത്ത് തന്നെയാണ് നമ്മളുള്ളത് അല്ലേ? അതെ. അല്ലെ, അവിടെ നിന്നാണ് നമ്മുടെ ഭാഗം. ചെള്ള് പോലത്തതിന്റെ രക്തത്തെ തൊട്ടും ചോരക്കുരു പോലത്തതിന്റെ രക്തത്തിനെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. അത് തന്റെ പ്രവൃത്തി കൂടാതെ എത്രയാണെങ്കിലും ശരി വിട്ടുവീഴ്ച ചെയ്യപ്പെടും. എന്നാൽ വഅൻ ഖലീലി അങ്ങനെ ഒരു ഭാഗം ഉണ്ടല്ലോ അല്ലെ? വഅൻ ഖലീലി എന്നൊരു ഭാഗം ഇല്ലേ? എന്നൊന്നും കൂടി ടെസ്റ്റ് ചെയ്താല് അതെ, വഅൻ ഖലീലി നഹ്വി ദമി ഗൈരിഹി മറ്റുള്ളവരുടെ രക്തം പോലത്തതിൽ നിന്ന് കുറഞ്ഞതിനെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. മറ്റുള്ളവരുടെ രക്തം പോലത്തതിൽ നിന്ന് കുറഞ്ഞത് ഐ അജ്നബിയ്യിൻ ഗൈറു മുഗല്ലദ്, മുഗല്ലദല്ലാത്ത മറ്റുള്ളവരുടെ, നമസ്കരിക്കുന്നവനല്ലാത്തവനൊക്കെ മറ്റുള്ളതാണ്. ഞാനാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാനല്ലാത്ത എല്ലാവരുടെയും രക്തത്തിൽ നിന്ന് കുറഞ്ഞതിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. വഅൻ ഖലീലി നഹ്വി ദമി ഗൈരിഹി അവനല്ല അജില്ലാത്ത മുഗല്ലദിന് വിട്ടുവീഴ്ചയില്ല. മുഗല്ലദ് മനസ്സിലായല്ലോ അല്ലെ? എന്താ മുഗല്ലദ് എന്ന് പറഞ്ഞാല്? മുഗല്ലദല്ലാത്ത അന്യരുടെ രക്തം എന്ന് പറഞ്ഞാൽ മുഗല്ലദ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. മുഗല്ലദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ. മുഗല്ലദല്ലാത്ത അന്യരുടെ രക്തം പോലത്തതിൽ നിന്ന് കുറഞ്ഞതിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. മുഗല്ലദായ അജ്നബി ആരാണെന്നാണ് ചോദിക്കുന്നത്. ടെസ്റ്റ് ചെയ്തോളൂ. മുഗല്ലദല്ലാത്ത അജ്നബിയുടെ രക്തത്തിൽ നിന്ന് കുറഞ്ഞതേ പൊറുക്കപ്പെടുകയുള്ളൂ. മുഗല്ലദിൽ നിന്നാണെങ്കിൽ ഒട്ടുമേ പൊറുക്കപ്പെടില്ല. എന്താണ് ഈ മുഗല്ലദ്? ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ. ഞാൻ DC ഒന്നല്ലല്ലോ. അതെ, ഒരു സഹോദരൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നറിയുന്നവരൊക്കെ ടെസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, നായ, പന്നി, ഇതിനാണ് മുഗല്ലദ് എന്ന് പറയാ അല്ലെ? അതിന്റെ ഇടക്ക് ഹിഷാം AK എന്ന ID ഒരു സഹോദരൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ ഒരു കാര്യമായൊരു ഭാഗം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തോ അശ്രദ്ധയോ അല്ലെങ്കിൽ ഒന്നുകിൽ എന്റെ അശ്രദ്ധ അല്ലെങ്കിൽ ആ സുഹൃത്തിന്റെ അശ്രദ്ധ, ആരാണെന്നറിയില്ല. ഹിഷാം AK അല്ലെ, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. ആ സുഹൃത്തുണ്ടോ ക്ലാസ്സില്? ഹിഷാം AK എന്ന സുഹൃത്ത് ക്ലാസ് റൂമിലുണ്ടോ? എന്തോ ഒരു വിഷയം ഇബാറത്തുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ബഹുമാന്യപ്പെട്ട സുഹൃത്ത് എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഞാൻ ഫുള്ള് വായിക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല. ഏകദേശം വായിച്ചു, എന്നാൽ വായിച്ചത് പൂർണ്ണമായും ഓർമ്മയിലുമില്ല. ഒന്നുകിൽ എന്റെ കയ്യിൽ നിന്ന് അബദ്ധമാണ്, അല്ലെങ്കിൽ ആ സുഹൃത്തിന്റെ നിന്ന് അബദ്ധമാണ്, ഏതാണെന്നറിയില്ല. ഒന്ന് പരിശോധിക്കാനായിരുന്നു. ഹിഷാം AK ഇല്ല. ഹിഷാം AK ഒന്ന് വരുമ്പോ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണമെന്ന് അറിയിക്കുന്നു. ഏതായാലും മുഗല്ലദല്ലാത്ത അജ്നബിന്റെ മുഗല്ലദ് എന്ന് പറഞ്ഞ നായ, പന്നി, അബൂ ഹസൻ ടെക്സ്റ്റ് ചെയ്തതുപോലെ നായ, പന്നി. അപ്പൊ നായ, പന്നിന്റെ കുറഞ്ഞ രക്തത്തിനെ തൊട്ടും വിട്ടുവീഴ്ചയില്ല. ബിഖിലാഫി കസീരിഹി അധികരിച്ചതിന് എതിരായ നിലയിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ രക്തം അധികരിച്ചതാണെങ്കിൽ പൊറുക്കപ്പെടുകയില്ല. വമിൻഹു ഈ മറ്റൊരാളുടെ അന്യരക്തം എന്നതിൽപ്പെട്ടതാണ് കമാ ഖാലൽ അസ്റഇയ്യു, ഇമാം അസ്റഇ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ
ദമുൻ ഇൻഫസല മിൻ ബദനിഹി സുമ്മ അസാബ, തന്റെ ശരീരത്തിൽ നിന്ന് തന്നെ രക്തം, പക്ഷെ ആ തന്റെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പിന്നെ ശരീരത്തിലെത്തി, എന്നാലും കുറഞ്ഞതിന് തൊട്ട് മാത്രമേ വിട്ടുവെച്ച് ചെയ്യപ്പെടുകയുള്ളൂ. ദമുൻ ഒരു രക്തം, ഇൻഫസല മിൻ ബദനിഹി അവന്റെ ശരീരത്തിൽ നിന്നത് വേർപിരിഞ്ഞു, സുമ്മ അസാബഹു പിന്നെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്തു, ആവുകയും ചെയ്തു. എന്നാൽ ആ രക്തം വേർപിരിയാത്ത, ഉദാഹരണത്തിന് നമ്മൾ രക്തം കൊടുക്കാനോ മറ്റോ ആവശ്യാർത്ഥം ചെയ്തു രക്തം എടുത്തു, എന്നിട്ട് ആ രക്തം ഒരു കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് കുപ്പിയിൽ നിന്ന് എന്ത് ചെയ്തു രക്തം മറിഞ്ഞു ശരീരത്തിലായി. എന്നാൽ കുറഞ്ഞതിന് തൊട്ട് മാത്രമേ വിട്ടുവീഴ്ച ചെയ്യപ്പെടുകയുള്ളൂ. കാരണം തന്നിൽ നിന്ന് വേർപിരിഞ്ഞ രക്തം പിന്നീട് തന്നിലേക്ക് എത്തിയാലും അത് മറ്റൊരാളുടെ രക്തത്തിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അന്യ രക്തത്തിന്റെ സ്ഥാനത്ത് കുറഞ്ഞതിന് മാത്രമേ വിട്ടുവീഴ്ച ചെയ്യപ്പെടുകയുള്ളൂ. അവിടെ ഒന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നജസായൊരു ഡ്രസ്സ് നമ്മൾ അഴിച്ചു, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പണ്ഡിതന്മാരോ ഉസ്താദുമാരോ ഉണ്ടെങ്കിൽ ആ വിഷയം അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പിക്കണം ഒന്നുകൂടി ഞാൻ ആവശ്യപ്പെടാം. എന്ന് പറഞ്ഞാൽ നജസായി നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന നജസ് ആയ ഒരു വസ്ത്രം, ഞാൻ വസ്ത്രം ധരിച്ചു, അങ്ങനെ നജസ് കുറയായി, പിന്നീട് വസ്ത്രം അടിച്ചു, വീണ്ടും ആ വസ്ത്രം ധരിക്കുമ്പോൾ വേർപിരിഞ്ഞ നജസിന്റെ സ്ഥാനത്തത് പെടുമോ ഇല്ലേ? പെടുമെന്ന് തോന്നുന്നു. കാരണം ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞല്ലോ എന്ന് ഒരു സാധ്യതയാണ്, ഏകദേശം ഉറപ്പുപോലെയും ഉണ്ട്. എങ്കിലും പൊതുവെ നമ്മളാരും പരീക്ഷിക്കൂല. കാരണം കുറെ രക്തമൊക്കെ ആയാൽ നമ്മൾ കഴുകി വൃത്തിയാക്കും. ഇനി അങ്ങനെയല്ല, കഴുകി വൃത്തിയാക്കാതെ ധാരാളം രക്തമായി ആ രക്തം അങ്ങനെ തന്നെ ശരീരത്തിൽ നിന്നും അയച്ചത് വീണ്ടും ഡ്രസ്സ് ധരിക്കുമ്പോൾ അവിടെ ഇളവ് ചെയ്യപ്പെടുമോ? ചെയ്യപ്പെടാതിരിക്കാനാണ് സാധ്യത. ഈ പറഞ്ഞ ഇബാറത്തിൽ നിന്ന് അത് ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു. എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോ മറ്റോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കഴിവ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് കൂടി സൂചിപ്പിക്കും. ഹൈല് രക്തം പോലത്തതിൽ നിന്നും കുറഞ്ഞതിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. അപ്പൊ ഹൈല് രക്തത്തിന്റെ നിയമം മറ്റൊന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ചോരക്കുരുവിന്റെയും ചെള്ള് പോലത്തതിന്റെയും വകുപ്പിൽ ഏത് പെടുത്താൻ പറ്റില്ല? ഹൈല് രക്തം അതുപോലെ റുആഫിന്റെ രക്തം പെടുത്താൻ പറ്റൂല എന്ന് മനസ്സിലാകും. ഹൈല് രക്തം പോലത്തതിൽ നിന്ന് അല്പത്തെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. റുആഫിന്റെ രക്തം, റുആഫ് തെരുമൂക്കി പൊട്ടി രക്തം വരുന്നതിനാണ് റുആഫ് എന്ന് പറയുന്നത്. അപ്പൊ തെരുമൂക്കിൽ നിന്നോ മറ്റോ രക്തം വരികയാണെങ്കിൽ ആ രക്തത്തിൽ നിന്നും കുറഞ്ഞതിന് തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. ഹൈല് രക്തം പോലത്തതിൽ നിന്ന് കുറഞ്ഞതിനെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. റുആഫിൻ തെരുമൂക്ക് പൊട്ടി രക്തം വരുന്നതിനാണ്, മൂക്കിലൂടെ രക്തം വരുന്ന സംഭവത്തിനാണ് റുആഫ് എന്ന് പറയാം. അപ്പൊ റുആഫിന്റെ രക്തത്തിൽ നിന്നും അല്പത്തിന് തൊട്ട് കൊടുക്കപ്പെടും. കമാഫിൽ മജ്മൂഇ, അങ്ങനെ മജ്മൂഇൽ കാണാം. വയുഖാസു ബിഹിമ, ഇവ രണ്ടിനോടും തുലനം ചെയ്യപ്പെടും, ഒരുപോലെ എന്ന് വിലയിരുത്തപ്പെടും. ദമു സാഇരിൽ മനാഫിദി, ഇതര ദ്വാരങ്ങളിൽ നിന്ന് വരുന്ന രക്തവും മറ്റു ദ്വാരങ്ങളിൽ നിന്ന് വരുന്ന രക്തവും ഇതുപോലെയാണ് കണക്കാക്കപ്പെടേണ്ടത്. കുറഞ്ഞതിന് മാത്രമേ വിട്ടുവീഴ്ച ചെയ്യുകയുള്ളൂ എന്നർത്ഥം. ഇല്ലൽ ഖാരിജ മിൻ മഅദിനിൻ നജാസത്തി, നജസിന്റെ ഉറവിടത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഒഴികെ. നജസ് വരുന്ന സ്ഥലം ഉണ്ടാവല്ലോ, നജസിന്റെ ഉറവിടമായ സ്ഥലം, അത്തരം സ്ഥലത്തിലൂടെ പുറത്തു വരുന്നതിനൊഴികെ. നജസിന്റെ ഉറവിടം എന്ന് പറയുന്നത് കമഹല്ലിൽ ഖായിത്തി, കാഷ്ടിക്കുന്ന സ്ഥലം, കാഷ്ടത്തിന്റെ സ്ഥലം പോലെ. അതാ പറയുന്നത് ഇല്ലൽ ഖാരിജ മിൻ മഅദിനിൻ നജാസത്തി, നജസിന്റെ ഉറവിടത്തിൽ നിന്ന് പുറപ്പെടുന്നതൊഴികെ അതിനെന്തില്ല? കുറഞ്ഞതിനും വിട്ടുവീഴ്ചയില്ല. കമഹല്ലിൽ ഖായിത്തി, മലദ്വാരത്തിൽ നിന്നൊക്കെ വരുന്നത് പോലെ. അപ്പൊ സ്വാഭാവികമായും മൂലക്കുരുവിന്റെ രക്തം മൂലക്കുരു പല രൂപത്തിലുണ്ടാവും അല്ലെ? കൂടുതൽ ഉള്ളിൽ നിന്നാകുമ്പോൾ മൂലക്കുരു സത്യത്തിൽ മലദ്വാരത്തിന്റെ ഉള്ളിൽ ഉണ്ടാവാറില്ല, അതിന്റെ സമീപത്തൊക്കെയാണ് അല്ലെ? ആ നിലക്ക് കുറഞ്ഞതിനെ തൊട്ട് എന്ത് ചെയ്യും? വിട്ടുവീഴ്ച ചെയ്യപ്പെടുമെന്നാണ് മനസ്സിലാകുന്നത്. മൂലക്കുരു കുറഞ്ഞതിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. കാരണം ദുമ്മല് പോലത്തൊരു മറ്റൊന്നും പെടുത്താൻ കഴിയില്ല. കാരണം ദുമ്മലൊക്കെ പതിവ് സംഭവങ്ങളാണ്. ദുമ്മല് അതുപോലെ മറ്റു നേരത്തെ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ ഏകദേശം ഒരു മനുഷ്യനിൽ കൂടുതലായി ഉണ്ടാകുന്ന വസ്തുക്കളാണ്. അതേസമയത്ത് മൂലക്കുരു അങ്ങനെയല്ല. ആ നിലക്ക് മൂലക്കുരു നമുക്ക് ഈ പറഞ്ഞ വകുപ്പിൽ കുറഞ്ഞ രക്തത്തിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടുമെന്ന വകുപ്പിലാണ് ഉൾപ്പെടുത്താൻ പറ്റുക. നോക്കാം അല്ലെ?
ഇനി ഇല്ലൽ ഖാരിജ മിൻ മഅദിനി നജാസത്തി, നജസിന്റെ ഉറവിടത്തിൽ നിന്ന് പുറപ്പെടുന്നതൊഴികെ മറ്റു രക്തങ്ങളും ഇതിനോട് ഖിയാസ് ചെയ്യപ്പെടണം. ഇല്ലൽ ഖാരിജ മിൻ മഅദിനി നജാസത്തി കമഹല്ലിൽ ഗായിത്തി, കാഷ്ടിക്കുന്ന സ്ഥലം പോലെ, അതുപോലെ മൂത്ര സഞ്ചി പോലെ. വൽ മർജിഉ ഫിൽ ഖില്ലത്തി വൽ കസറത്തി, കുറഞ്ഞതാണോ ഇത് കുറവാണോ ധാരാളമാണോ എന്നതിലുള്ള അവലംബം. കുറഞ്ഞതിനെ തൊട്ട് പൊറുക്കപ്പെടും, കൂടിയതിനെ തൊട്ട് പൊറുക്കപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ഈ കുറഞ്ഞത് അല്ലെങ്കിൽ കൂടിയത് എന്നതിന്റെയൊക്കെ മാനദണ്ഡം എന്താണ്? വൽ മർജിഉ ഫിൽ ഖില്ലത്തി വൽ കസറത്തി, ഖില്ലത്തിലും കസറത്തിലുമുള്ള അവലംബം അൽ ഉർഫു, അത് പതിവാണ്. പതിവ് അനുസരിച്ച് ഇത് കുറയെന്ന് പറയുമോ എങ്കിലത് കുറയാം, അല്ല ഇത് കുറച്ചെന്നേ പറയൂ എങ്കിലത് കുറവാണ്. അതിന് പ്രത്യേകിച്ച് മറ്റൊരു മാനദണ്ഡം പറയുന്നില്ല, ഇതാണ് മാനദണ്ഡം. എത്രയാ രക്തമെന്ന് കണ്ട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അത് അധികരിച്ചതാണ്, ഇത്രയല്ലേ ഉള്ളൂ എന്നാണ് ഒരാൾ പറയുന്നെങ്കിൽ അത് കുറവാണ്. അങ്ങനെ വൽ മർജിഉ ഫിൽ ഖില്ലത്തി വൽ കസ്റത്തി അൽ ഉർഫു, ഖില്ലത്തിലും കസ്റത്തിലുമുള്ള അവലംബം അൽ ഉർഫു പതിവാണ്. എന്നാൽ വമാ ശുക്ക ഫീ കസ്റത്തിഹി, വമാ ഒന്ന് ശുക്ക ഫീ കസ്റത്തിഹി, അത് അധികമുണ്ട് എന്നതിൽ സംശയിച്ചിരിക്കാൻ, അധികമാണോ അല്ലേ എന്നൊരു സംശയമുള്ള ഒരു വസ്തു, ലഹു ഹുക്മുൽ ഖലീലി, അതിന് ഖലീലിന്റെ ഹുക്മാണ്, അത് കുറഞ്ഞു എന്ന സ്ഥാനത്ത് വെക്കപ്പെടാം. കാരണം അതുകൊണ്ടാണല്ലോ സംശയം വരുന്നത്, കുറവായതുകൊണ്ടായിരിക്കാം സംശയം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അതിന് കുറഞ്ഞത് എന്ന ഹുക്മ് നൽകപ്പെടുന്നതാണ്. വമാ ശുക്ക ഫീ കസ്റത്തിഹി, കസ്റത്തിൽ സംശയിക്കപ്പെട്ട ഒന്ന്, ലഹു അതിനിക്കുണ്ട്, ഹുക്മുൽ ഖലീലി കുറഞ്ഞതിന്റെ ഹുക്മുണ്ട്. ഇനി വലോ തഫറക്കൻ നജസു ഫീ മഹാല്ല, നജസ് ചില സ്ഥലങ്ങളിലായിട്ട് വേർതിരിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തുണിയുടെ താഴ്ഭാഗത്ത്, പിന്നെ തുണിയുടെ മേൽഭാഗത്ത്, പിന്നെ ഡ്രസ്സിന്റെ ഒരു ഭാഗത്ത്, ഇങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ടാണ് നജസുള്ളത്. വലോ തഫറക്കൻ നജസു ഫീ മഹാല്ല, സ്ഥലങ്ങളിലായിട്ട് നജസ് വേർതിരിഞ്ഞാൽ, വിട്ടുപിരിഞ്ഞാൽ, അതേ സമയത്ത് അത്തരത്തിൽ വലോ ജുമിഅ കസുറ, ആ നജസുകളൊക്കെ ചേർത്ത് വെച്ചാൽ കസീറാവും. പറഞ്ഞ മനസ്സിലായി കാണും അല്ലെ? തുണിയുടെ ഓരോ വ്യത്യസ്ത ഭാഗത്തായിട്ടാണ് നജസുള്ളത്. എന്നാൽ ഈ നജസുകളൊക്കെ ഒന്നിച്ചു വെച്ചാൽ ഇത് കസീറാണെന്ന് ആരും പറയും. ആ നിലക്കാണെങ്കിൽ വലോ തഫറക്കൻ നജസു ഫീ മഹാല്ല, സ്ഥലങ്ങളിലായ നിലയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി നജസു വേർപിരിഞ്ഞാൽ, വിട്ടുപിരിഞ്ഞാൽ, അത്തരത്തിൽ വലോ ജുമിഅ കസുറ, ആ നജസിനെ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണെങ്കിൽ അത് അധികമാണ് എങ്കിൽ കാനലഹു അതിനിക്കുമുണ്ട് ഹുക്മുൽ ഖലീലി, ഖലീലിന്റെ ഹുക്മുണ്ട്. ഇന്ദൽ ഇമാമുൽ ഹറമൈനിയുടെ അരികിലും വൽ കസീർ, ഇമാമുൽ ഹറമൈനിയുടെ അരികിൽ അത് ഖലീലിന്റെ ഹുക്മിൽ മാത്രമാണ് പെടുക. വൽ കസീരി, കസീറിന്റെ ഹുക്മാണ് ഉള്ളത് ഇന്ദൽ മുത്തവല്ലി വൽ ഗസ്സാലി വഗൈരിഹിമ, ഇമാം മുത്തവല്ലിയുടെയും ഇമാം ഗസ്സാലിയുടെയും വഗൈരിഹിമ, മറ്റു പല പണ്ഡിതന്മാരുടെ അരികിൽ കസീറിന്റെ ഹുക്മാണ്. വറജ്ജഹു ബഅദുഹും, ഈ അഭിപ്രായത്തെ അവരിൽ മറ്റു ചില ഫുഖഹാകൾ പ്രബലമാക്കിയിട്ടുമുണ്ട്. വലൗ തഫറക്കൻ നജസു ഫീ മഹല്ല, നജസ് ചില മഹല്ലുകളിലായി വേർപിരിഞ്ഞാൽ, അത്തരത്തിൽ വലൗ ജുമിഅ കസീറ, അത് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അധികമാകും. ആ നിലക്കാണെങ്കിൽ കാനലഹു ഹുക്മുൽ ഖലീലി, അതിന് ഖലീലിന്റെ ഹുക്മാണ്. ആരടുക്കൽ? ഇന്ദൽ ഇമാമുൽ ഹറമൈനിയുടെ അരികിൽ. ഇന്ദൽ കസീരി, കസീറിന്റെ ഹുക്മാണ് ഇന്ദൽ മുത്തവല്ലി, ഇമാം മുത്തവല്ലിയുടെ അരികിൽ. വൽ ഗസ്സാലി, ഇമാം ഗസ്സാലിയുടെ അരികിലും. വഗൈരിഹിമ, അവരല്ലാത്ത ചില പണ്ഡിതന്മാരുടെ അരികിലും. എന്നാൽ വറജ്ജഹു ബഅദുഹും, ചില ഫുഖഹാ ഈ അഭിപ്രായത്തെ റാജിഹാക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ഫുഖഹാ ഈ അഭിപ്രായത്തെ റാജിഹാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അടുത്ത ഭാഗത വിട്ടുവീഴ്ച ചെയ്യപ്പെടും. വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണ് കൊമ്പ് വെപ്പിക്കലും കൊത്തിവെക്കലും പോലത്തെ രക്തത്തിനെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. കൊമ്പ് വെപ്പിക്കുക, കൊത്തിവെക്കുക എന്നൊക്കെ പറഞ്ഞ ഫസ്ദ്, ഹിജാമത്ത് എന്ന് പറഞ്ഞ പഴയകാല ചികിത്സാ സമ്പ്രദായമായിരുന്നു. ഇപ്പോൾ ചിലയിടങ്ങളിൽ അതിന്റെ പുതിയ പതിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അല്ലെ? കൊമ്പ് വെപ്പിക്കുക, കൊത്തിവെക്കുക, ചില
തീരെ പരിചയമില്ലാത്ത ചില ആളുകൾക്ക്, ചില സുഹൃത്തുക്കളൊക്കെ ശബ്ദം കേൾക്കുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. എനിക്ക് ആ വിഷയത്തിൽ കൊണ്ടാണ് കൊമ്പൊപ്പിക്കുക, കൊത്തിവെക്കുക എന്നറിയാത്ത ഒരാളാണ്. എന്നാലും അങ്ങനെ ഒരു ചികിത്സാ രീതി ഉണ്ട് ഇപ്പോൾ. അതെ, അസ്കർ കണ്ണൂർ സാഹിബ് പറയുന്നുണ്ട്, കണ്ണൂർ സഹചാരിയിലുണ്ട്. അതെ, ചില രോഗങ്ങൾക്കൊക്കെ നല്ല പരിഹാരമാണ് കൊമ്പൊപ്പിക്കലും കൊത്തിവെക്കലും എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഏതായാലും ആ കൊമ്പൊപ്പിക്കൽ കൊത്തിവെക്കൽ പോലാത്തതിന്റെ രക്തത്തിന് തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. ഇത് മഹല്ലിയും ആ സ്ഥലത്ത്, ഏത് കൊമ്പൊപ്പിക്കുമ്പോൾ എവിടെയാണോ രക്തം ആവശ്യമുള്ളത് ആ സ്ഥലത്ത് കസൂറ എത്ര അധികം ഉണ്ടെങ്കിലും ശരി വിട്ടുവീഴ്ച ചെയ്യപ്പെടും. അതിന്റെ അപ്പുറത്തേക്കില്ല കേട്ടോ. എവിടെയാണോ കൊമ്പൊപ്പിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ കൊത്തുവെക്കുന്നത് ആ സ്ഥലത്ത് രക്തം കൂടിയാലും കുഴപ്പമില്ല, വിട്ടുവീഴ്ച ചെയ്യപ്പെടും. കൊമ്പുവെപ്പിക്കലും കൊത്തിവെക്കലും പോലോത്തതിന്റെ രക്തത്തിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. ബി മഹല്ലിഹിമ, അവ രണ്ടിന്റെയും സ്ഥലത്ത്. വഇൻ കസുറ, അത് അധികമാണെങ്കിലും ശരി. ഇനി വതസിഹു സ്വലാത്തു മൻ, ഒരാളുടെ നമസ്കാരം സ്വഹീഹാകും. വതസിഹു സ്വലാത്തു മൻ, ഒരാളുടെ നമസ്കാരം സ്വഹീഹാകും. എങ്ങനെയുള്ള ആളാണ്? ഉദുമിയ ലുസ്സത്തുഹു, അവന്റെ ഊണ് രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മോണയിൽ നിന്ന് രക്തം വരുന്ന ആളുകളുണ്ടാവും. മോണയിൽ നിന്ന് രക്തം വരും, ഊണിൽ നിന്ന് രക്തം പൊടിയുന്ന ആളുകൾ, അവരുടെ നിസ്കാരം സ്വീകരിക്കും, സ്വഹീഹാകും. വതസിഹു സ്വലാത്തു മൻ ഉദ്മിയ ലുസ്സത്തുഹു, ഊണ് അല്ലെങ്കിൽ മോണയിൽ നിന്ന് രക്തം പൊടിയുന്ന ആളുകളുടെ നമസ്കാരം സ്വഹീഹാകും. എപ്പോൾ? ഖബല ഗസ്ലി, എന്റെ അടുത്ത ഭാഗം ബഹുമാനപ്പെട്ട അബൂ ഹസൻ ഫസൽ ഫസു. ഓക്കെ, കബില ഇന്നല്ലോ. വതസിഹു സ്വലാത്തു മൻ ഉദ്മിയ ലുസ്സത്തുഹു, ഊണിന് രക്തം പൊടിയുന്ന ഒരാളുടെ നിസ്കാരം സ്വഹീഹാകും. ഖബല ഗസ്ലിൽ ഫമി, അതെ, വായ കഴുകുന്നതിന് മുമ്പ്. വായ കഴുകിക്കൊള്ളണം എന്നില്ല, നിസ്കാരം സ്വഹീഹാകും. ഇദാലം യബ്തലി റീഖഹു ഫിഹ, നമസ്കാരത്തിൽ ആ വായയുടെ ഉമിനീരിനെ അവൻ വിഴുങ്ങുന്നില്ലെങ്കിൽ, ഇദാലം യബ്തലി റീഖഹു, അതിന്റെ ഉമിനീര് അവൻ വിഴുങ്ങാത്ത സന്ദർഭത്തിൽ, ഫിഹ, നമസ്കാരത്തിൽ. ഒരാൾക്ക് ഊണിൽ നിന്ന് രക്തം പൊടിഞ്ഞിട്ടുണ്ട്, എന്നാൽ അയാൾക്ക് നിസ്കരിക്കാം. കാരണം നജസാണല്ലോ, വായയിൽ രക്തം പൊടിഞ്ഞാൽ നജസാണ്, അത് കഴുകണം പൊതുനയമനുസരിച്ച്. എന്നാൽ അയാൾക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം, കുഴപ്പമില്ല. പക്ഷെ അവൻ എന്ത് ചെയ്യരുത്? നമസ്കാരത്തിൽ ഉമിനീര് വിഴുങ്ങാൻ പറ്റില്ല. ഉമിനീര് വിഴുങ്ങിയാൽ പ്രശ്നമാണ്. അപ്പൊ ഉമിനീര് വിഴുങ്ങാതെ കണ്ട് ഊണിൽ നിന്ന് രക്തം പൊടിഞ്ഞത് കൊണ്ട് നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അന്ന ദമല്ലുസ്ഫത്തി, ഊണിന്റെ രക്തം, മോണയുടെ രക്തം, മഅഫൂൻ അൻഹു, വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണ്. ഉമിനീരിലേക്ക് ചേർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ വായയിൽ അത് നിൽക്കവേ, ഉമിനീരിന്റെ കൂടെ കലർന്ന് വായയിൽ നിൽക്കവേ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നു. എന്നാൽ അത് ഉമിനീരോടൊപ്പം വായയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ, വയറ്റിലേക്ക് അല്ലെങ്കിൽ ജൗഫിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുകയില്ല. അപ്പോ സ്വാഭാവികമായും അത്തരം മോണയിലൊക്കെ വന്ന് ആളുകൾ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഉമിനീരൊക്കെ വിഴുങ്ങിപ്പോകും അല്ലെ? അപ്പൊ വിഴുങ്ങാതെ കണ്ട് ചില ആളുകൾ പല്ലിൽ നിന്ന് രക്തമൊക്കെ വന്നാൽ, ചിലപ്പം ബ്രഷൊക്കെ ചെയ്യുമ്പോൾ പല്ലിൽ നിന്ന് രക്തം വന്നാൽ നേരെ എന്ത് ചെയ്യും? തൽക്കാലം രക്തം തുപ്പിക്കളഞ്ഞ് വൃത്തിയാക്കും. തുപ്പിക്കളഞ്ഞാൽ വൃത്തിയാകൂല, കഴുകിയാലേ വൃത്തിയാകും. പിന്നെ നമ്മൾ ഇറക്കുന്ന ഉമിനീര് ഒരു നജസായി പോകും. അപ്പൊ എന്ത് ചെയ്യണം? ഉമിനീര് കൊണ്ട് കൃത്യമായി വെള്ളം കൊണ്ട് തന്നെ കഴുകണം. കഴുകിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉമിനീര്, നജസോട് കൂടിയുള്ള ഉമിനീരാണ് നമ്മൾ ഇറക്കുക. നമസ്കാരത്തിലാകും, നിസ്കാരം ബാത്തിലാകും, അതോടൊപ്പം മറ്റുള്ള സമയം നജസ് കഴിക്കുന്ന ആളാവും. അതുകൊണ്ട് കഴുകേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോഴെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ് അല്ലെ? നജസിൽ നിന്ന്, വായിൽ നിന്ന് രക്തം വന്ന് നമ്മൾ എന്ത് ചെയ്യും? നന്നായി തുപ്പി കളയാമെന്നതിലുപരി തുപ്പി ഉമിനീരിന് അതിന്റെ ശുദ്ധമായ നിറം വന്നാൽ നമ്മൾ നിർത്തും. അതുകൊണ്ട് ശുദ്ധിയായി എന്ന് പറയാൻ പറ്റില്ല. ശുദ്ധിയായി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? വായ കഴുകേണ്ടതാണ്. ഇനി ചില ആളുകൾക്ക് നിത്യമായ രൂപത്തിൽ മൂക്കിൽ നിന്ന് രക്തം പൊടിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. വലോ റഹീഫ ഖബല സ്വലാത്തി,
നമസ്കാരത്തിന് മുമ്പ് ഒരാളുടെ മൂക്കിൽ നിന്ന് രക്തം പൊടിഞ്ഞാൽ വലോ റൈഫ ഖബല സ്വല, നമസ്കാരത്തിന് മുമ്പ് മൂക്കിൽ നിന്ന് രക്തം വന്നു വദാമ, അത് നിലനിൽക്കുകയും ചെയ്യുന്നു, അത് പോണില്ല. നമസ്കാരിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രക്തം പൊടിയുന്നുണ്ട് എന്നാലാണെങ്കിൽ നമ്മൾ കുറഞ്ഞതിന് തൊട്ട് മാത്രം അപ്പ് ലഭിക്കുന്ന സാധനമാണല്ലോ അല്ലെ. ആപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മൂക്കിൽ നിന്ന് പൊടിയുന്ന രക്തത്തിന് കുറഞ്ഞ അസുഖം മാത്രമേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് നിസ്കാരത്തിന് മുമ്പ് തന്നെ രക്തം പൊടിയുന്നുണ്ട്, നിസ്കാരത്തിന് മുമ്പ് രക്തം പൊടിയുന്നുണ്ട്. എന്നാൽ വദാമാത് നിലനിൽക്കുകയും ചെയ്യാം. നിസ്കാരം ടൈമായി നിസ്കരിക്കാൻ നോക്കുമ്പോഴും അതിങ്ങനെ രക്തം പൊടിഞ്ഞുകൊണ്ടേയിരിക്കാം. അങ്ങനെ പൊടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവൻ ചെയ്യേണ്ട പണി എന്താണ്? ഫൈൻ റജ, അപ്പോൾ പരിഗണിക്കേണ്ടത് ഫൈൻ റജന്റെ താഹു, ഈ മൂക്കിൽ നിന്ന് രക്തം പൊടിയിൽ നിൽക്കൽ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ വൽ വക്തു മുത്തസിവൻ, സമയം കുറേയുണ്ട്, സമയം വിശാലമായ നിലയിൽ ഈ രക്തം മുറിയലിനെ അവൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തവറഹു, രക്തം മുറിയലിനെ കാത്തു നിസ്കരിക്കാതിരിക്കണം. നിസ്കാരത്തിന് മുമ്പ് മൂക്കിൽ നിന്ന് രക്തം പൊടിയുന്നു, അത് തുടർന്നുകൊണ്ടേയിരിക്കാണ്, സ്റ്റോപ്പ് ആകുന്നില്ല. എന്നാൽ ഇത് ഏകദേശം കുറഞ്ഞ ടൈം ആകുമ്പോൾ സ്റ്റോപ്പ് ആവാൻ വകുപ്പുണ്ട് എന്നാണെങ്കിൽ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാതെ ആ രക്തം മുറിയലിനെ കാത്തിരിക്കണം. അതാണ് പറഞ്ഞത് വലൗ റൈഫ ഖബല സ്വലാത്തി, നമസ്കാരത്തിന് മുമ്പ് മൂക്കിൽ നിന്ന് രക്തം പൊടിഞ്ഞാൽ വദാമ, ആ രക്തം പൊടിയൽ തുടരുകയും ചെയ്താൽ ഫഇൻ റജാ ഇൻഖിതാഅഹു, രക്തം മുറിയലിനെ രക്തം നിൽക്കലിനെ അവൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വൽ വഖത്തു മുത്തസിഉൻ, സമയം വിശാലമായിട്ടുണ്ട്, ഖലാഅനായിട്ടില്ല എങ്കിൽ ഇന്തവറഹു, അവൻ എന്ത് ചെയ്യണം? രക്തം മുറിയലിനെ കാത്തിരിക്കണം. വഇല്ല, അങ്ങനെയല്ലെങ്കിൽ രക്തം മുറിയുമെന്ന പ്രതീക്ഷയൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ സമയം കൂടുതലൊന്നും ഇപ്പോൾ നിസ്കാരം കളാൻ പോവുക, അങ്ങനെ വരികയാണെങ്കിൽ തഹഫല, അവൻ സൂക്ഷിക്കണം. കസ്സലിസി, മൂത്രവാർച്ചക്കാരനെ പോലെ. മൂത്രവാർച്ചക്കാരനായ ആൾ നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ് നമുക്കറിയാം. ദായിമുൽ ഹദസായ ആളുകൾ നമസ്കരിക്കേണ്ടത് സമയം പ്രവേശിച്ചതിന് ശേഷം തന്റെ മൂത്രദ്വാരവും മറ്റൊക്കെ വൃത്തിയായി കഴുകി ശേഷം പല്ലിയോ മറ്റോ വെച്ച് കെട്ടി ഉടനെ തന്നെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. അതുപോലെ ഇവനും എന്ത് ചെയ്യണം? മൂക്കൊക്കെ കൃത്യമായി വൃത്തിയാക്കി ശേഷം എന്തെങ്കിലും പല്ലിയോ മറ്റോ വെച്ച് കെട്ടാൻ പറ്റുമെങ്കിൽ കെട്ടി നമസ്കാരത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ്. ഇത് മറ്റുള്ള ഇതുപോലത്തെ ചില സംഭവങ്ങൾക്കൊക്കെ കാരണവും ചില ആളുകൾക്ക് ചില ടൈമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്നാലും ചില നമസ്കാരത്തിന്റെ മറ്റു ടൈമിലേക്ക് നിൽക്കുമെന്ന് തോന്നുകയാണെങ്കിൽ നമസ്കാരത്തെ ആ ടൈമിലേക്ക് കാത്തു നിൽക്കുക. അല്ല നിൽക്കൂലാണെന്ന് തോന്നുന്നു ഇതുപോലെയുള്ള സൂക്ഷ്മത പ്രവർത്തിക്കുകയും വേണം. ഇനി ഖിലാഫൻ എന്ന ചില ആളുകൾ പറയുന്ന അങ്ങനെ വേണ്ട, രക്തം മുറിയലിനെ കാത്തു നിന്നോട്ടെ, അവൻ എന്ത് ചെയ്യുന്ന മൂത്രവാർത്തക്കാരനെ പോലെ ചെയ്യേണ്ടതൊന്നുമില്ല, അവൻ രക്തം മുറിയാൻ കാത്തിരിക്കട്ടെ എന്ന് പറയുന്നു. അവർക്ക് എതിരായിട്ടാണ് ഈ മസ്അല പറയുന്നത്. ഖിലാഫൻ ലിമൻ സഅമ, ചില ആളുകൾ വാദിക്കുന്നു അല്ലെങ്കിൽ ചില ആളുകൾ ജൽപ്പിക്കുന്നു. ഇന്തിവാറഹു, എന്ത് ചെയ്യണം? രക്തം മുറിയലിനെ കാത്തു നിൽക്കണം. വഇൻ ഖറജൽ വഖ്തു, സമയം പുറത്തു പോയാലും ശരി, ഖളാ ആയാലും ശരി, രക്തം മുറിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് ചിലര് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വിരുദ്ധമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയല്ല വേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണം? മൂത്രവാർച്ചക്കാരൻ നിസ്കരിക്കുന്നത് പോലെ ഇവൻ മൂക്കൊക്കെ വൃത്തിയാക്കി ശേഷം പന്നിയോ മറ്റോ വെച്ച് രക്തത്തിന് ചെറിയ രൂപത്തിൽ ബന്ദ് ചെയ്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത് എന്നാണ് അഭിപ്രായം. അപ്പം പിന്നെയുള്ളൊരു പ്രശ്നമാണ്, വേറെ മറ്റൊരു സ്ഥലത്ത് ഇതേപോലെ വിഷയം വരുന്നുണ്ട്. അതിനെ കുറിച്ചാണ് മുസന്നിഫ് പറയാണ്, ഇവൻ കഴിവുണ്ട് എന്തുകൊണ്ട് വ്യത്യാസം പറയപ്പെടും. അലാ ഇസാലത്തിൻ നജസി മിൻ മാറിപ്പോയി അല്ലെ. ഇനി എന്താ വിഷയം എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന ന്യായം സമയം കളാ ആയാലും ശരി എന്ത് ചെയ്യണം? രക്തം മുറിയാൻ കാത്തിരിക്കണം എന്ന് പറയാൻ അവരുടെ ന്യായം ഒരാളുടെ വസ്ത്രം നജസായി, എന്റെ കയ്യിൽ ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ,
അതാണെങ്കിൽ നജസായി. ആ വസ്ത്രം ഞാൻ കഴുകി വൃത്തിയാക്കി വരുമ്പോഴേക്ക് സമയം ഖളാഉമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്? വസ്ത്രം വൃത്തിയാക്കി നമസ്കരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ്. അതാണ് അതിന്റെ നിയമം. അതാണ് അപ്പൊ അവര് കൊണ്ടുവരുന്ന നിയമം അതാണ്. അപ്പൊ തനിക്ക് മൂക്കിൽ രക്തം പൊടിഞ്ഞ് നിൽക്കാൻ വകുപ്പുണ്ട്. അപ്പൊ പിന്നെ അത് നിൽക്കുന്നത് വരെ കാത്തു നിൽക്കാമല്ലോ. ഞാൻ DC ആണോ സുഹൃത്തുക്കളെ? ഞാൻ DC ആണോ? ഓക്കെ. വിഷയം മനസ്സിലായല്ലോ? കേൾക്കണേ. കമാ തുഅഖറു, മറ്റുള്ളവർ പറയുന്ന മറുപടി. രണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, രക്തം പൊടിയുന്ന ആള് കാത്തു നിൽക്കണം എന്നാണ്. സമയം ഖളാ ആയാലും ശരി അവൻ എന്ത് ചെയ്യണം? രക്തം മുറിയെല്ലാം കാത്തു നിൽക്കണം എന്ന് ചിലർ വാദിക്കും. കാത്തു നിൽക്കരുത് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മസ്അല. എന്നാൽ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞവർ തെളിവായി ധരിക്കുന്നത് ഇങ്ങനെ ഒരു മസ്അലയാണ്. എന്ത്? കമാ തുഅഖറു, നമസ്കാരം പിന്തിക്കപ്പെടുന്നത് പോലെ, ലിഗസ്ലി സൗബിഹിൽ മുതനജ്ജിസി, നജസായ അവന്റെ വസ്ത്രം കഴുകുന്നതിന് വേണ്ടി, വഇൻ ഖറജ, സമയം പുറപ്പെട്ടാലും ശരി. എനിക്കൊരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ആ ഡ്രസ്സ് നജസായിരിക്കുകയാണ്. നജസായ ഒരു ഡ്രസ്സ് ഞാൻ കഴുകി വരുമ്പോഴേക്ക് സമയം നഷ്ടപ്പെടും. എന്നാലും നജസായ വസ്ത്രം കഴുകിയതിനു ശേഷം ഞാൻ നമസ്കരിക്കണം എന്നാണ് മസ്അല. എന്നതുപോലെ ഇവിടെയും അങ്ങനെയാവാമല്ലോ എന്നാണ് അവരുടെ വാദം. എങ്കിൽ മുസന്നിഫ് പറയാണ്, വയുഫറഖു, വ്യത്യാസം പറയപ്പെടും. രണ്ടും ഒരുപോലെയല്ല. ഖിയാസും മഅൽ ഫാരിഖ് മർദൂദ് എന്ന് പറയും നമ്മൾ. രണ്ടും ഒരുപോലെയല്ല. ഒന്ന് രണ്ടും രണ്ടാണ്. ഉദാഹരണം വയുഫറഖു, അതാണ് വ്യത്യാസം പറയപ്പെടും. ഇവന് കഴിയും. ആർക്ക്? ഈ മുതനജ്ജിസായ വസ്ത്രം കഴുകുന്ന ചങ്ങാതിക്ക് കഴിയും. അലാ ഇസാലത്തുൻ നജസി മിൻ അസ്ലിഹി, പാടെ നജസ് ഇല്ലായ്മ ചെയ്യാൻ. അല്ലെ? ഈ മുതനജ്ജിസായ വസ്ത്രത്തിൽ നിന്നും നജസ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ അവന് സാധിക്കും. അതുകൊണ്ട് ഫലസിമത്തുഹു, അത് അവനക്ക് നിർബന്ധമായി. നമ്മുടെ മസ്അലയിൽ അത് വിരുദ്ധാണ്. കാരണം എന്തുകൊണ്ട്? മൂക്കിൽ നിന്ന് പൊടിയുന്ന രക്തം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ അവന് കഴിയില്ല. അപ്പൊ പിന്നെ അവൻ അത് കാത്തു നിൽക്കാതെ ഓനെ കൊണ്ടാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. രണ്ടാണ്. ആ നിയമം ഈ നിയമത്തോട് ബാധിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. വയുഫ്റഖു, രണ്ടും തമ്മിൽ ഫർഖ് പറയപ്പെടും. ഇത് ഖുദ്റത്തിഹാദ, ഇവന് സാധിക്കും. ആർക്ക്? ഈ മുതനജ്ജിസായ വസ്ത്രം കഴുകുന്ന ചങ്ങാതിക്ക് സാധിക്കും. അലാ ഇസാലത്തിൻ നജസി മിൻ അസ്ലിഹി, പാടെ നജസ് നീക്കാൻ കഴിയും. അതുകൊണ്ട് ഫലസിമത്തുഹു, അവനിക്ക് ആ നജസ് നീക്കൽ നിർബന്ധമായി. ബിഖിലാഫിഹി ഫി മസ്അലത്തിന, നമ്മുടെ മസ്അലയിൽ അതിനെതിരെ കൊണ്ടായിട്ട്. കാരണം നമ്മുടെ മസ്അലയിൽ എന്ത് ചെയ്യില്ല? പാടെ നജസ് നീക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ സലിസിനത്തോടെ സൂക്ഷ്മത പുലർത്തി അവൻ നമസ്കാരത്തിലേക്ക് കടക്കണം. ഇനിയും വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന നജസുകളിലേക്ക് മുസന്നിഫ് റഹിമഹുല്ലാ ഇങ്ങനെ ഓടിപ്പോവാൻ. വഅൻ ഖലീലി തീനി, പണ്ടാരപ്പെട്ടി, അബൂ സഫീദ എന്താ ടെസ്റ്റ് ചെയ്തെന്ന് മനസ്സിലായില്ല. ഒന്ന് വെയ്യ പറഞ്ഞാൽ മതി. വായിക്കാൻ വലിയ പണിയുണ്ട്. ആരോ മരണപ്പെട്ടെന്നാണ്. ആരോ മരണപ്പെട്ടെന്നാണല്ലേ? അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നൊക്കെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ബിഹഖ്ഖി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു വന്നത് ഇനി വഅൻ ഖലീലി തീനി മഹല്ലു മുറൂറിൻ മുതയഖ്ഖിനിൻ നജാസത്തുഹു വലൗ ബിമുഖല്ലലിൻ ലിൽമശഖ്ഖ. വഅൻ ഖലീലി തീനി മഹല്ലു മുറൂറിൻ, നടക്കുന്ന സ്ഥലത്തെ അല്പം മണ്ണിനെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. നടപ്പാതയിലെ അല്ലെങ്കിൽ നടക്കുന്ന വഴിയിലെ അല്പം മണ്ണിനെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. വഅൻ ഖലീലി തീനി മഹല്ലി മുറൂറിൻ, നടക്കുന്ന സ്ഥലത്തുള്ള മണ്ണിൽ നിന്ന് അല്പത്തെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. എങ്ങനെയുള്ള നടക്കുന്ന സ്ഥലമാണ്? മുതയഖ്ഖിനിൻ നജാസത്തുഹു, ആ സ്ഥലത്തെ നജസ് ഉറപ്പാണ്. നജസ് ഉറപ്പായ, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നജസ് സംശയിച്ചു എന്നതിന്റെ പേരിൽ പ്രശ്നം വരുന്നില്ല. നജസ് ഉറപ്പായ നടക്കുന്ന, മഴക്കാലൊക്കെ വരാൻ പോണ്, നമുക്ക് ആവശ്യം വരും. വഅൻ ഖലീലി തീനി മഹല്ലി മുറൂറിൻ, നടക്കുന്ന സ്ഥലത്തുള്ള മണ്ണിൽ നിന്ന് അല്പത്തെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. എങ്ങനെയുള്ള നടപ്പാതയാണ്? നടക്കുന്ന സ്ഥലമാണ്. മുതയഖ്ഖിനിൻ നജാസത്തുഹു, ആ സ്ഥലം നജസാണെന്ന് ഉറപ്പാണ്. വലൗ ബിമുഖല്ലലിൻ, അത് നായി വന്നി കൊണ്ടാണെങ്കിലും ശരി.
അത് മുഗല്ലല് കൊണ്ടാണെങ്കിലും ശരി, എന്നാലും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. കാരണം മസക്കത്തി, അല്ലെങ്കിൽ വലിയ പ്രയാസമായി പോവും അല്ലേ? അങ്ങനെ ആരും എതിരോട്ട് നടക്കാനും ഇരിക്കാനൊന്നും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് മാലൻ തബക്ക ഐനുഹാ മുത്തമയ്യിസത്തൻ, ആ നജസിന്റെ തടി വേർതിരിഞ്ഞ നിലക്ക് ശേഷിക്കാത്ത കാലത്തോളം, വേർതിരിഞ്ഞിട്ട് ആ നജസായ വസ്തു അങ്ങനെ തന്നെ വേർതിരിഞ്ഞുണ്ട്, അത് നേരെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയതാണ് എന്നാ വിട്ടുവീഴ്ച ചെയ്യൂല. അല്ലാതെ മൊത്തത്തിൽ ആ മണ്ണൊക്കെ നജസാണ്, ആ മണ്ണിൽ നൽകുന്നേ നമ്മുടെ ശരീരത്തിലായിട്ടുള്ളൂ, എന്നാൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടും. മാലം തബക്ക ഐനുഹ, ആ നജസിന്റെ തടി ശേഷിക്കാത്ത കാലത്തോളം മുത്തമയ്യിസത്തൻ വേർതിരിഞ്ഞ നിലയിൽ. മനസ്സിലായല്ലോ? നജസ് ഉറപ്പായ നടക്കുന്ന സ്ഥലത്തുള്ള മണ്ണിൽ നിന്ന് അല്പത്തെ തൊട്ടും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. വലോബി മുഗല്ലദിൻ, ആ നജസായത് നായപന്നി കൊണ്ടാണെങ്കിലും ശരി, വിട്ടുവീഴ്ച ചെയ്യപ്പെടാനുള്ള കാരണം ലിൽ മസക്കത്തി, അൽ മസക്കത്തു തജ്ലിബു തൈസീറ എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഉസൂലുൽ ഫിഖ്ഹിൽ പരിചയപ്പെടുത്തുന്നത്. മസക്കത്തുകൾ തൈസീറിനെ, എളുപ്പത്തെ ഉണ്ടാക്കി ചെറുക്കും. കാരണം ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ദീന ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് പറഞ്ഞതുപോലെ ചില ആളുകൾ അസ്ഥാനത്തും സ്ഥാനത്തൊക്കെ ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, ഒരു ശരീരത്തോടും അല്ലാഹു കൽപ്പിക്കൂല, അതിന് പറ്റുന്നല്ലാതെ എന്ന് പറഞ്ഞിട്ട് ചിലതൊക്കെ തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചില ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. അത് സൂക്ഷിക്കണമെന്ന് മാത്രം. അപ്പൊ ഏതായാലും മാലം തബക്ക ഐനുഹാ മുത്തമയ്യിസത്തൻ, അതിന്റെ തടി വേർതിരിഞ്ഞ നിലക്ക് ശേഷിക്കാത്ത കാലത്തോളം. എന്നാൽ ഇത് തന്നെ കടിയിൽ ഈ കുറഞ്ഞ മണ്ണിലോട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നത് തന്നെ വക്തി, അത് സമയങ്ങൾ കൊണ്ട് വ്യത്യാസമാകും. അടുത്ത ഭാഗം പെട്ടെന്ന് മഹല്ലിഹി, സ്ഥലം കൊണ്ടും പിന്നെ സൗബി വൽ ബദനി, ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും സ്ഥലം കൊണ്ടും സമയം കൊണ്ടും അത് വേർതിരിയും. എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന ശരീരത്തിന്റെ താഴ്ഭാഗത്തും കുഴപ്പം മേൽഭാഗത്തും, മഴയല്ലാത്ത ഭാഗത്ത് താഴ്ഭാഗത്തും മാത്രമേ വിട്ടുവീഴ്ച വേണ്ടിവരുള്ളൂ. അതുപോലെ വസ്ത്രത്തിന്റെ തന്നെ വസ്ത്രത്തിന്റെ മുകൾ ഭാഗത്ത് അഫ്വ് ചെയ്യപ്പെടാത്തത് ചിലപ്പോൾ താഴ്ഭാഗത്ത് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. ശരീരത്തിന്റെ താഴ്ഭാഗത്ത് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നത് മുകൾ ഭാഗത്ത് വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. എന്ന് പറഞ്ഞാൽ നജസാവാൻ കൂടുതൽ സാധ്യതയും മറ്റൊക്കെയുള്ള മശക്കത്തുകൾ എവിടെയാണോ അവിടെയാണ് വിട്ടുവീഴ്ച ഉണ്ടാവുക. എല്ലായിടത്തും അത് വിട്ടുവീഴ്ച ചെയ്യപ്പെടില്ല. എന്ന് പറഞ്ഞാൽ നജസ്, ഉദാഹരണത്തിന് തുണിയുടെ ഉടുക്കുന്ന ഭാഗം, അവിടെ മണ്ണൊന്നും കയറേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ വിട്ടുവീഴ്ച ചെയ്യപ്പെടില്ല. അതേസമയത്ത് തുണിയുടെ കരയുടെ ഭാഗം, മണ്ണാവാൻ സാധ്യതയുള്ള ഭാഗം, അവിടെ വിട്ടുവീഴ്ച ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ വസ്ത്രത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും അതിന്റെ സ്ഥലവും അതിന്റെ സമയവും അത് വ്യത്യാസപ്പെടുന്നതാണ്. ഇനി ഐനുൻ നജാസത്തി, നജസിന്റെ തടി തന്നെ ഉണ്ട്. അയ്യന തിരിക്ക് വഴിയിൽ നജസ് തന്നെ വഴിയിൽ നിർമ്മിതമായാൽ, എന്ന് പറഞ്ഞാൽ വഴിയോരത്ത് നജസിന്റെ തടി തന്നെ നിലകൊള്ളുന്നു. വലവ് മവാത്തി ആ കൽബിൻ, അത് നായയുടെ ചെവിട്ടടികളാണെങ്കിലും ശരി, നായ ചവിട്ടിയ സ്ഥലങ്ങളാണെങ്കിലും ശരി അല്ലെ. നായ വഴിയിലൂടെ പോകുമ്പോ നായയുടെ കാൽപ്പാദം കൃത്യമായി, നനഞ്ഞ നായയാണ് പോകുന്നെങ്കിൽ കാൽപ്പാദം ഇവിടെ പതിയും, നനഞ്ഞല്ലെങ്കിലും പതിയും. പക്ഷെ നനവോട് കൂടിയാണ് സ്ഥലത്ത് ചവിട്ടിയതെങ്കിൽ ആ സ്ഥലത്ത് നായയുടെ കാൽപ്പാടുകളുണ്ട്. അങ്ങനെ അത്തരം കാൽപ്പാടുകൾ കൃത്യമായി വഴിയിൽ അവിടെ അവശേഷിക്കുന്നുവെങ്കിൽ ഫലായോഫ അൻഹ, അതിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടൂല. അതിന് കുറച്ച് പ്രയാസമാകും അല്ലേ. വഴികളിൽ നജസിന്റെ തടി തന്നെ ശേഷിച്ചാൽ, നിർണയമായാൽ, വലവും മവാത്തി ആ കൽബിൻ, ആ തടി എന്ന് പറയുന്നത് നായയുടെ ചെവിട്ടടികളാണെങ്കിലും ശരി, ഫലായോഫാൻഹ, അതിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടൂല. അതിന് ശേഷിക്കാത്ത സമയത്താണ് ശേഷിക്കുക. എന്നാൽ ഇതിപ്പോ ഇങ്ങനെയുള്ളവർക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുമല്ലോ. അതിനെ കുറിച്ച് ബാക്കി ചർച്ചയാണ്. പ്രബലമനുസരിച്ച് വഴിയോരങ്ങളെ മൊത്തം അത് വ്യാപിപ്പിച്ചു, വഴിയിൽ എല്ലാം എടുത്ത് നജസാണ്. എന്നാലും അങ്ങനെ തന്നെ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ആ നജസിന്റെ തടി വ്യാപിപ്പിച്ചാലും ശരി, ആ ത്വരീക്ക വഴിയെ അല്ലെങ്കിൽ ഔദ്യോഗികനുസരിച്ച് എല്ലാ വഴികളിലും ഇതുണ്ട്. വഴിയിൽ മൊത്തം ഈ നജസാണ്. എന്തു ചെയ്യും? എന്നാലും വിട്ടുവീഴ്ച ചെയ്യപ്പെടില്ല, കഴിയേണ്ടി വരും. നടക്കണ്ടെന്നൊന്നും പറയുന്നില്ല, അതിലോട്ട് പോകണ്ടെന്നൊന്നും പറയുന്നില്ല, പോകാം, കഴുകേണ്ടി വരും, അസുഖം ചെയ്യപ്പെടില്ല. എന്നാൽ ഷെയ്ഖുന ഒരു ഫത്വ നൽകിയിട്ടുണ്ട്. എവിടെയാണ്? ഈ ത്വരീക്കും ഒരു വഴിയിൽ, ലാ ഫീന ബിഹാ, വഴിയിൽ മണ്ണില്ല, ബൽ ഫീഹാ, ആ വഴിയിലുള്ളത് ഖദറുൽ ആദമി, മനുഷ്യന്റെ കദൂറാത്തുകൾ, മനുഷ്യന്റെ മലമൂത്രവും തുടങ്ങിയ വസ്തുക്കൾ.
റൗസുൽ കിനാബി വൽ ബഹാഇമി, നായ്ക്കളുടെ കാഷ്ടം, മറ്റു കന്നുകാലികളുടെ കാഷ്ടം, ഇതൊക്കെയാണ് വഴികളിലുള്ളത്. നേർക്കേടെ മണ്ണ് കാണാനില്ല. അത്തരത്തിൽ വഖദ് അസ്വാബഹൽ മത്തറു, ആ ഭൂമിയിൽ മഴയെത്തുകയും ചെയ്തു. ആ സ്ഥലത്ത് മഴയും കൂടിയായി പറയണ്ടല്ലോ. ആ സ്ഥലത്ത് എന്താണ്? മണ്ണൊന്നില്ലാത്തൊരു മണ്ണ് തീരെയില്ല എന്നല്ല അർത്ഥം. മണ്ണ് കാണുന്ന രൂപത്തിലില്ല. മനുഷ്യന്റെ മ്ലേച്ഛമായ വസ്തുക്കളും അതുപോലെ നായ്ക്കളുടെ, പന്നികളുടെയൊക്കെ നായ്ക്കളുടെയും അതുപോലെ മറ്റു മൃഗങ്ങളുടെയൊക്കെ കാഷ്ടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. അവിടെയാണ് മഴ പെയ്തത്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു വഴിയെക്കുറിച്ച് ശൈഖുന പറഞ്ഞതിൽ അസ്വി, വിട്ടുവീഴ്ചയുണ്ട്. എന്റെ മശക്കത്തിൽ എത്തരാൽ, സൂക്ഷിക്കൽ പ്രയാസമാകുന്ന സന്ദർഭത്തിൽ വിട്ടുവീഴ്ചയുണ്ടെന്ന് ശൈഖുന ഫത്വ കൊടുത്തതായിട്ട് കാണാം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞാൽ മശക്കത്ത് തജ്ലിബു തൈസീറ എന്ന കായിക പ്രകാരം ചില സ്ഥലത്ത് ഇങ്ങനെ ഫത്വ നൽകിയിട്ടുമുണ്ടെന്നർത്ഥം. അതും വളരെ ആ വിഷയത്തെ ആ നിലക്ക് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഖായിദത്തുൻ മുഹിമ്മ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഖായിദ എന്ന് പറഞ്ഞാൽ ഒരു പൊതു നിയമത്തിനാണ് ഖായിദ എന്ന് പറയാം. ഖായിദത്തുൻ മുഹിമ്മ, ഇത് അടിസ്ഥാനത്തിൽ പല നിയമങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കെന്നല്ല, നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾക്ക് അത് അടിസ്ഥാനമാക്കി പല നിയമങ്ങളെയും കൊണ്ടുവരാൻ പറ്റും. എന്താണ് ആ നിയമം? ഖായിദത്തുൽ മുഹിമ്മ വഹിയ അന്നമാ അസ്ലുഹു അത്വഹാറ, ഒരു വസ്തുവിന്റെ അടിസ്ഥാനം നിയമം അത്വഹാറ, അത് ശുദ്ധിയാണ്. ഏത് അടിസ്ഥാന വിഷയങ്ങൾ ശുദ്ധിയുള്ള സാധനങ്ങളാണ് പലതും. നജസായ അടിസ്ഥാനപരമായി നജസായത് വളരെ കുറച്ചായിരിക്കും അല്ലെ. അന്നമാ ഒരു വസ്തു, അസ്ലുഹു അത്വഹാറ, ആ വസ്തുവിന്റെ അടിസ്ഥാനം ശുദ്ധിയാണ്. എന്നാൽ വഗലബ അലൽ വന്നി, ധാരണയുടെ മേൽ മികച്ചു എന്ന് പറഞ്ഞ് വല്ലാതെ തോന്നുന്നു, തനജ്ജുസുഹു, അത് നജസായിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം? ഈ വലബത്തിൽ നജാസത്തി ഫീ മിസ്ലിഹി, അതുപോലത്തെ വസ്തുക്കളിൽ നജസാവൽ ധാരാളം. ഒരു വസ്തു നജസല്ല, അടിസ്ഥാനപരമായി ശുദ്ധിയുള്ള വസ്തുവാണ്. എന്നാൽ നമ്മുടെ മനസ്സിന് ഏകദേശം 90% തോന്നുന്നു ഈ വസ്തു നജസായിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നത്? അതുപോലത്തിൽ നജസ് ഗാലിബായതുകൊണ്ട്. അങ്ങനെയുള്ള വസ്തുവാകുമ്പോൾ നമ്മൾ പിടിക്കേണ്ട മാനദണ്ഡം എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പാകുമാരൊക്കെ പറയും, സ്പ്രേ ഉപയോഗിക്കരുത്, ഫ്രീ ഫ്രം ആൽക്കഹോൾ എന്നുള്ള സ്പ്രേ ഉപയോഗിക്കാം, മറ്റുള്ള സ്പ്രേ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് അല്ലെ. ചില ആളുകൾക്ക് കേട്ടിരിക്കും അല്ലെ, സുഹൃത്തുക്കളെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അല്ലെ, യെസ്, അധികം കേട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളൊക്കെ നന്നായി കേൾക്കും അല്ലെ. അതെ, അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഫ്രീ ഫ്രം ആൽക്കഹോൾ എല്ലാത്തതിൽ ആൽക്കഹോൾ ഉണ്ടാകും, അതുകൊണ്ട് നജസാണ്, അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ സ്പ്രേ എന്ന് പറഞ്ഞ സാധനം അടിസ്ഥാനപരമായി ത്വഹാറയായ വസ്തുവാണ്. എന്നാൽ പലർക്കും അത് നജസാണെന്നൊരു ധാരണ നികത്തുകയും ചെയ്തു. അങ്ങനെ എല്ലാവർക്കും മികച്ചോളണമെന്നില്ല, പലർക്കും തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെയാകുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ? അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ? ഇതാണ് നമുക്കറിയേണ്ടത്. അവിടെയാണ് പറയുന്നത് ഫീഹി ഖൗലാനി മഅറൂഫാനി, അവിടെ രണ്ട് അറിയപ്പെട്ട കൗലുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. എന്താ രണ്ടറിയപ്പെട്ടത്? ഖൗലയിൽ അസ്ലി വല്ലാഹിരി, അസ്ലി എന്ന കൗലും ലാഹിരി എന്ന കൗലും എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമേത് എന്ന് നോക്കിയുള്ള അഭിപ്രായവും പ്രകടമായ അഭിപ്രായം ഏത് അത് നോക്കിയുള്ള അഭിപ്രായം, രണ്ട് നിലക്ക്. ഖൗലയിൽ അസ്ലി വല്ലാഹിരി, അസ്ലും ലാഹിറും എന്ന കൗലും, അതിൽ ഗാലിബി അല്ലെങ്കിൽ ഗാലിബ് എന്ന കൗല്, ലാഹിർ അല്ലെങ്കിൽ ഗാലിബ്, അസ്ലു എന്ന കൗല്, ലാഹിർ ലാഹിർ എന്ന കൗല്, ലാഹിർ അല്ലെങ്കിൽ ഗാലിബ് രണ്ടും പറയാനർത്ഥം മികച്ച കൗല് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലുള്ള കൗല്. അതിൽ നിന്ന് രണ്ടറിയപ്പെട്ട കൗലാണ്. അതിൽ അർജഹുഹുമ, രണ്ടിൽ ഏറ്റവും പ്രബലമായ കൗല് അന്നഹു ത്വാഹിറുൻ, അത് ശുദ്ധിയുള്ളതാണ്, അത് ശുദ്ധിയുള്ളതാണെന്ന് തീരുമാനിക്കും. എന്തുകൊണ്ട്? അമലംബിൽ അസ്ലിൽ മുതയഖിൻ, ഉറപ്പുള്ള അസ്ലതാണല്ലോ, ഉറപ്പുള്ള അസ്ലതാണ്, അത് ശുദ്ധിയുള്ള വസ്തുവാണ് എന്നതാണ് ഉറപ്പ്. അമലംബിൽ അസ്ലിൽ മുതയഖിൻ, ഉറപ്പുള്ള അസ്ല് കൊണ്ട് അമല് ചെയ്തതിന് വേണ്ടി. കാരണം അന്നഹു, ആ അസ്ലാണ് അൽബത്തു മിനൽ ഗാലിബി, മികച്ചതിനേക്കാളും ഒന്നുകൂടി കൃത്യപ്പെടുത്തുന്നത്, വളരെ ക്ലിയർ ആകുന്നത്. അതെ, വാലിബ് എങ്ങനത്തെ വാലിബാണ്? അൽ മുഖ്തലിഫു ബിൽ അഹ്വാലി വൽ അസ്മാൻ, സമയങ്ങൾ കൊണ്ടും അവസ്ഥകൾ കൊണ്ടും വ്യത്യാസപ്പെടുന്ന വാലിബ്. എല്ലാവർക്കും ഒരുപോലെ വാലിബായിക്കൊള്ളുന്നില്ല അല്ലെ. ഈ വസ്തു നജസ് അസ്ലി സ്വഹിറാണെന്ന വിഷയം എല്ലാവരും ഉറപ്പാണ്, അസ്ലാണ്. എന്നാൽ ഇത് നജസായിട്ടുണ്ടോ നജസായിട്ടില്ലേ, അതൊക്കെ ചില ആളുകളുടെയൊക്കെ അവസ്ഥ അനുസരിച്ചും എപ്പോഴും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ചിലർ പറയാറുണ്ട് ഗോൾഗേറ്റ് അല്ലെ, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റാണ്, നാട്ടുകാരായ ആളുകൾക്ക് ഉപയോഗിക്കുന്ന പേസ്റ്റാണ് ഗോൾഗേറ്റ്. ഗോൾഗേറ്റിൽ പന്നി മാംസം, പന്നിയുടെ നെയ്യ് ഉപയോഗിക്കാറുണ്ട്.
പന്നി നെയ് നമുക്ക് പറ്റൂലല്ലോ അല്ലെ. അപ്പൊ പന്നി നെയ് ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ട് കോൾഗേറ്റ് പറ്റില്ല എന്ന് ചിലർ പറയാറുണ്ട്. ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ കേട്ടിനോ സുഹൃത്തുക്കൾ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? കോൾഗേറ്റിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും വർത്താനം കേട്ടിട്ടുണ്ട് അല്ലെ? കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഉണ്ട്, കേട്ടിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് അവിടെയുള്ള മാനദണ്ഡം കോൾഗേറ്റിന് ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് പന്നിനെ ഉപയോഗിക്കാം, പക്ഷെ നമുക്കത് ഉറപ്പില്ല, അത് വാലിബാണ്. അങ്ങനെ എല്ലാവരും എല്ലാവരും പറയുന്നുണ്ട്, എന്ത് സംഭവമുണ്ടോ? പക്ഷെ എന്നാലും അടിസ്ഥാനപരമായി കോൾഗേറ്റ് അതെല്ലാം നല്ല വസ്തുക്കളൊക്കെ ഉള്ളതാണ്. എന്നാൽ നജസായിലുണ്ടോ, ഇനി എല്ലായിടത്തും അത് ചേർക്കുന്നുണ്ടോ, ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ മാർഗമില്ല. അപ്പൊ വാലിബ് എന്ത് ചെയ്യും? അഹ്വാലുകൾ കൊണ്ടും അവസ്ഥകൾ കൊണ്ടും കാലങ്ങൾ കൊണ്ടും വേർതിരിയുന്ന. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചില ആവശ്യത്തിന് പിടിച്ചു നിർത്തേണ്ട ആവശ്യാർത്ഥം ഒരു പക്ഷെ ചിലപ്പോൾ എന്ത് വെച്ചിട്ടുണ്ടാവാം, പന്നിക്കൊഴുപ്പ് വെച്ചിട്ടുണ്ടാവാം. ഇങ്ങനെ പല രൂപത്തിലുണ്ടാവാം. പക്ഷെ നമുക്ക് അവിടെയുള്ള മാനദണ്ഡം നമ്മൾ അസ്ലിൽ മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ്. സൂക്ഷ്മത ഒരുപക്ഷെ ഒഴിവാക്കലായിരിക്കും, അത് മറ്റൊരു വിഷയം അല്ലെ. സ്പ്രേയിൽ ആൽക്കഹോൾ ഇല്ല എന്ന് പറഞ്ഞാലും ആൽക്കഹോൾ ഉണ്ട്. ആൽക്കഹോൾ തന്നെ നജസാണോ എന്നുള്ള ചർച്ചയാണ് പണ്ഡിതന്മാരുടെ ലോകത്തുള്ളത്. ചില സഹോദരങ്ങൾ ഇങ്ങനെ പണ്ഡിതന്മാരൊക്കെ ചിലപ്പോൾ അതിൽ നജസ് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. നജസ് ഉടഞ്ഞു ചേർന്നു എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യില്ല. നജസ് ഉടഞ്ഞു ചേർന്നു എന്ന് പറയാൻ വകുപ്പില്ല. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ മീത്തയിലാണ്, അത് നജസിന്റെ വകുപ്പല്ല എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത ചില പണ്ഡിതന്മാരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നവർക്ക് അങ്ങനെയാവാം, അല്ലാത്തവർ ഈ രണ്ടും മുറുകെ പിടിക്കാം എന്ന് മാത്രം സാന്ദർഭികമായി പറയാം. അത് ഏത് ഈ പറഞ്ഞ ഇതേ കായിക മുഖ വരുന്ന വിഷയം, പ്രധാനപ്പെട്ട കായിക പറഞ്ഞ ഒരു വിഷയത്തിന് നമുക്ക് ചെറിയ സൂചന തരാം. കസിയാബി ഹമ്മാരി, ഒരു കള്ളുകുടിയന്റെ വസ്ത്രം, ഹൈറുകാരിയുടെ വസ്ത്രം, സുബിയാനി കുട്ടികളുടെ വസ്ത്രം, അവാനി മുതബയ്യിനീന ബിൻ നജാസ, നജസുകൾ ദീനായി ആചരിക്കുന്ന, ചില മൂത്രം ഭയങ്കര മതത്തിന്റെ ഭാഗമായി കാണുന്ന അല്ലെങ്കിൽ കാട്ട മതത്തിന്റെ ഭാഗമായി കാണുന്ന ചില ആളുകളൊക്കെ ഉണ്ടോ, നജസ് കൊണ്ട് ദീൻ ആചരിക്കുന്നവരുടെ പാത്രങ്ങൾ. അതുപോലെ വറത്തിൽ ഒരു ഇല, യവലുബു നസ്റുഹു, ആ ഇല വീഴൽ സാധാരണയാണ് അല നജസിന്മേൽ. അതുപോലെ വലുആദി സ്വബീൻ, കുട്ടിയുടെ കേല, കുട്ടി ഉറക്കത്തിലും മറ്റൊക്കെ വരുന്ന കുട്ടിയിൽ നിന്ന് വരുന്ന കേല. ജൗഹിൻ ഇസ്തഹറ അമലുഹു ബിശഹ്മിൽ ഖിൻസിർ, പന്നിക്കൊഴുപ്പ് കൊണ്ടാണ് ഉണ്ടാക്കലെന്ന് പ്രസിദ്ധി ആർജിച്ച ജൗഹ് എന്ന് പറഞ്ഞ സാധനം. അതുപോലെ പന്നിയുടെ ഒരു ദ്രാവകം കൊണ്ട്, ഇൻഫഹത്തിന്റെ ലഫ്ലർത്ഥം ഞാൻ നോക്കി വെച്ചിട്ടില്ല, ഏതായാലും പന്നിയുമായി ബന്ധപ്പെട്ട സാധനം കൊണ്ട് ഉണ്ടാക്കുന്നു എന്ന് പ്രസിദ്ധമായ ഷാമിയായ പാൽക്കട്ടി എന്ന് പറഞ്ഞ അക്കാലത്തൊക്കെയുള്ള സംഭവമായിരിക്കും, നമുക്കിപ്പോൾ കിട്ടിക്കോണമെന്നൊന്നുമില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ ഉദാഹരണത്തിന് ഒരു കള്ളുകുടിയന്റെ വസ്ത്രം സ്വാഭാവികം നജസാവാൻ ഏറെ സാധ്യതയുണ്ട്. കാരണം അവൻ കള്ളുകുടിക്കുമ്പോൾ നജസൊന്നും അവൻ ശ്രദ്ധിക്കില്ല, കാരണം അവൻ കള്ളുകുടിയാണ്, അവന്റെ അവൻ കുടിക്കുന്നത്. അപ്പൊ അവർ ഓന്റെ വസ്ത്രം നമുക്ക് നിസ്കരിക്കാൻ ഇട്ടാൽ അത് ശരിയാവില്ലേ? അസ്ലി വസ്ത്രം ശുദ്ധിയാണ്, വാലിബനുസരിച്ച് നജസാവാൻ വകുപ്പുണ്ട്, എന്നാലും നമുക്ക് ഉപയോഗിക്കാം. പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടേത്, അതുപോലെ ഈ പറഞ്ഞ ഇല, ഈ ഇലയിൽ നജസിന്മേലാണ് എപ്പോഴും വീഴാറ്. എന്നാൽ ഇപ്പോൾ ഈ ഇല നജസിന്മേൽ വീണിട്ടുണ്ടോ ഉറപ്പില്ല. ഇലയാണെങ്കിലോ അടിസ്ഥാനപരമായി ശുദ്ധിയുള്ളതാണ്. അതുപോലെ ജൗഹ് എന്ന് പറഞ്ഞ സാധനം, അതും ഷഹ്മുൽ ഹിൻസീർ കൊണ്ടാണ് ഉണ്ടെന്ന് പറയപ്പെടുന്നു, ഉണ്ടോ ഉറപ്പില്ല. ജൗഹ് അടിസ്ഥാനപരമായി ശുദ്ധിയുള്ളതാണ്. അതുപോലെ തന്നെ ജുബനി ഷാമിയും പാൽക്കട്ടി, ഷാമിയായ പാൽക്കട്ടി, ഇസ്തഹറ അമലുഹു ബിൻഫഹത്തിൽ ഖിൻസിർ. ലെഫ്റ്റ് ഓർമ്മയിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം. ലെഫ്റ്റ് ഓർമ്മയിലുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന്. ജൂഹ് എന്ന് പറഞ്ഞ സക്ലാസ്, ജൂഹ് ജൂഹ് തന്നെ കമ്പിളി വസ്ത്രം, ജൂഹ് കമ്പിളി വസ്ത്രാണ്. അതുപോലെ ഇൻഫഹത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഓർമ്മയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ നോക്കാം. ഇപ്പൊ ടൈം ഉപയോഗപ്പെടുത്തുന്നില്ല, വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് ആവാം. അപ്പൊ ഏതായാലും അത്തരം വസ്തുക്കൾ. സമയം കൂടിയോ സുഹൃത്തുക്കളെ? സമയത്രയായി? അല്ലാഹ് ഓക്കെ. മൂന്ന് കേസ് കിട്ടിയിട്ട് കാര്യമില്ല. 6:26 സമയം കുറച്ച് ഓവറായി പോയിട്ടുണ്ട്. ഏതായാലും ഇൻഷാല്ലാ പെട്ടെന്ന് ഈ ഭാഗം ഒന്ന് പൂർണ്ണമാക്കി നിർത്താം അല്ലെ. അപ്പോ ഇൻഫറത്തുൽ ഹിൻസിർ കാരണം എന്താ? അതിന് കാരണമായി പറയുന്നത് വഖദ് ജാഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ജുബ്നത്തുൻ മിൻ ഇൻദിഹിം, ഷാമുകാരുടെ ഭാഗത്ത് റസൂലുള്ളാഹിക്ക് ഒരു പാൽക്കട്ടി വന്നു. ഫഅകല മിൻഹാ, റസൂലുള്ളാഹി പാൽക്കട്ടി തിന്നു.
വലം യസ്അൽ അവിടുന്ന് ചോദിച്ചില്ല അങ്കാലിക്ക് അതിനെ കുറിച്ച്. അപ്പൊ ആ നിലക്കാണ് ഈ തീരുമാനം അങ്ങനെ പറയുന്നത്. ദക്കറഹു ശൈഖുന ഫി ശറഹിൽ മിൻഹാജ്, ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ ശറഹിൽ മിൻഹാജിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരുപാട് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന ചില മസ്അലകളാണ്. ഒന്നുകൂടി ടെക്സ്റ്റ് നോക്കുകയും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിച്ച് ഉറപ്പുവരുത്തണമെന്നുകൂടി ആവശ്യപ്പെട്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നിപ്പം ചോദിക്കാൻ സമയമില്ല. അത് ബാങ്ക് 6:50 മുനീർ സാഹിബ് പറയുന്നുണ്ട്. ഫസൽ ഫുസ് ജുബിൻമാ ഇന്ധന മനസ്സിലായില്ല. ജുബിൻമാ ഇന്ധന മനസ്സിലായില്ല. ഫസൽ ഫസു എന്ന സുഹൃത്ത് എന്താ? ഓക്കെ, തൽക്കാലം ഞാൻ ഇപ്പം നിർത്തുക, കാരണം സമയം നമുക്ക് ദീർഘമായി പോയിട്ടുണ്ട്. സ്പ്രേയുടെ വിധി ഒന്ന് വ്യക്തമാക്കി തരുമോ? ഷഫീഖ് കാപ്പനങ്ങാട്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് സ്പ്രേ അടിസ്ഥാനപരമായി ശുദ്ധിയുള്ളതാണ്. അതിൽ ഇത് ആൽക്കഹോളിക് ഉണ്ടോ ഇല്ലേ എന്നൊന്നും ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പില്ല. ആ നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അതേസമയത്ത് ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ഒരു ഉണ്ടാക്കുന്ന ആളെന്നെ പറയാണ് ഇതിൽ മദ്യത്തിന്റെ അംശം ചേർക്കുന്നുണ്ട് എന്ന് പച്ചയായിട്ടാണ് പറയുന്നെങ്കിൽ ഉപയോഗിക്കാനും പറ്റില്ല. അതേസമയം നമുക്ക് ഇന്ന് നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊന്നുമില്ല. ചിലതിൽ ഫ്രീ ഫ്രം ആൽക്കഹോൾ എന്ന് വരാറുണ്ട്, ചിലതിലങ്ങനെ വരാറില്ല. ഉണ്ടോ ഇല്ല എന്നൊക്കെ ഉറപ്പൊന്നുമില്ല. എങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം അടിസ്ഥാനപരമായി അതെന്താണ്, ശുദ്ധിയുള്ളതാണ്. അടിസ്ഥാനപരമായി ശുദ്ധിയുള്ള സാധനം. അത് നജസായിട്ടുണ്ടോ ഇല്ലെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് അതാണ് നേരത്തെ പറഞ്ഞത്, അടിസ്ഥാനപരമായി ശുദ്ധിയുള്ളതും എന്നാൽ ഏകദേശവും നജസാണെന്ന് തോന്നുന്നതുമായ വസ്തുക്കളിൽ പോലുമുള്ള ഔദ്യോഗികമായ അഭിപ്രായം അസുല് പിടിക്കാം എന്നുള്ളതാണ് ആ പ്രകാരം. മനസ്സിലായല്ലോ ചപ്പനങ്ങാടി ഷഫീഖ് സാഹബ്? അതുകൊണ്ട് കഴിവതും ഉപയോഗിക്കുന്നവർ അങ്ങനെ ആ ഒരു ന്യായം കാണുക. അല്ലാത്തവർ കഴിവതും പൂർണ്ണ സൂക്ഷ്മത നിലയ്ക്ക് അഥവാ നജസാണെങ്കിലും ഒഴിവാക്കി വെക്കാമല്ലോ എന്ന്. ഹറാമെന്ന് നമ്മൾ പറയണ്ട. അങ്ങനെ ഹറാമെന്നൊക്കെ പറയുന്ന ചിലപ്പോൾ ഇല്ലാത്തൊരു നിയമം നമ്മൾ ഉണ്ടാക്കുന്നവരാകും. നമുക്ക് നമ്മുടെ അടിസ്ഥാനത്തിന് റാഹത്തില്ലെങ്കിൽ അത് ഒഴിവാക്കുക. അല്ല, റാഹത്തുള്ളവരാണുള്ളത് അങ്ങനെ ഉപയോഗിക്കാം ഈ നിലക്ക്. ഇനി ചില ആളുകൾ ആൽക്കഹോൾ എന്ന് പറഞ്ഞ ആ സാധനം തന്നെ ഈ സ്പ്രേയിലും മറ്റുപയോഗിക്കുന്ന ആൽക്കഹോൾ എന്ന് പറഞ്ഞത് അത് മദ്യമല്ല, അത് മറ്റു ചില വസ്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അംഫഹത്ത് നെയ്മാല, അബു സഫീദ പറയുന്ന അംഫഹത്ത് നെയ്മാല എന്നാണോ അർത്ഥം? ഖൻസീറിന്റെ നെയ്മാലയാണ്. ഞാൻ നോക്കിയിട്ടില്ല, അടുത്ത ക്ലാസ്സിലേക്ക് നോക്കി പറയാല്ലേ. എംഫഹത്തിന്റെ പന്നിയുടെ നെയ്മാല കൊണ്ട് ഉണ്ടാക്കൽ പ്രസിദ്ധമായ ഷാമിയായ പാൽക്കട്ടി ആവാം, സാധ്യതയുണ്ട് അല്ലെ. പന്നിയുടെ നെയ്മാല സാധനം എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ഏതായാലും ഒരു പക്ഷെ ആയിരിക്കാം, ഉറപ്പില്ല, നോക്കിയിട്ട് പറയാം. നെയ്മാല അങ്ങനത്തെ എന്തെങ്കിലും സാധനം, പന്നി നെയ്യോ അങ്ങനെ എന്തോ ആയുവാനാ സാധ്യത. രണ്ടു തരം ആൽക്കഹോൾ ആകുന്നു. ഓക്കെ. ഏതായാലും ഒരു സുഹൃത്തുണ്ട്, അസ്സലാമു അലൈക്കും, പമ്പേഴ്സ് ധരിച്ച കുട്ടി രക്ഷിതാക്കൾ നിസ്കരിക്കുന്ന സ്ഥലത്തെത്തിയാൽ ആ സുഹൃത്തൊന്നും ടെസ്റ്റ് ചെയ്യുന്ന നിസ്കാരം ശരിയാകുമോ? പമ്പേഴ്സ് ധരിച്ച കുട്ടി നിസ്കരിക്കുന്ന സ്ഥലത്തുണ്ടായതിന്റെ പേരിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ ശരീരത്തിൽ കയറുകയോ നമ്മൾ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പമ്പേഴ്സിൽ നജസുണ്ട് എന്ന് ഉറപ്പായാൽ, പമ്പേഴ്സ് ധരിച്ചു നജസുണ്ട് എന്നുള്ള ധാരണയുള്ള പമ്പേഴ്സാണ്, പമ്പേഴ്സിൽ മൂത്രവും മറ്റൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ കുട്ടിയെ നമ്മൾ തൊടുമ്പോൾ പ്രശ്നമുള്ളൂ. നിസ്കരിക്കുന്ന സ്ഥലത്ത് കുട്ടി എത്തിയെന്നതിന്റെ പേരിൽ പ്രശ്നമില്ല. നിസ്കാരത്തിൽ കുട്ടിയുമായി നമുക്ക് ടച്ച് ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം. നിസ്കരിക്കുന്ന സ്ഥലത്ത് കുട്ടി എത്തി, നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ കുട്ടി അങ്ങോട്ട് മാറിയിട്ടുണ്ട്, കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. നമസ്കരിക്കുന്നവന്റെ സ്ഥലവും അവന്റെ വസ്ത്രവും അവൻ സ്പർശിക്കുന്നതൊക്കെ എന്ത് ചെയ്യണം, നജസിൽ നിന്ന് മാറി നിൽക്കണം. കുട്ടി നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് വന്നതുകൊണ്ട് നമസ്കാരത്തിന് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ഞാൻ ഏതായാലും തൽക്കാലം ടെക്സ്റ്റ് ചെയ്യാം. ബഹുമാനപ്പെട്ട പന്ത്രപ്പട്ടി ഹിഷാം വന്നിട്ടുണ്ട്. സുഹൃത്ത്, നിങ്ങൾ അന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല, എന്താ സംഭവം എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഒന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നാളെ നേരത്തെ വരാൻ പറ്റുമോ? എന്റെ ടൈം ഏകദേശം ഇവിടെ നാട്ടിൽ 6:30 ആയല്ലോ. ഹിഷാം സുഹൃത്തെ, ഹിഷാം ഞാൻ നേരത്തെ പറഞ്ഞ ഹിഷാം ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഹിഷാം, നിങ്ങളെ ടെക്സ്റ്റ് നിങ്ങൾ സൂക്ഷിച്ചിരുന്നോ? ഇൻഷാ അല്ലാഹ് നാളെ ഒന്ന് നേരത്തെ വന്ന് നമുക്ക് നാളെ അല്ല മറ്റന്നാളെ, നാളെ ക്ലാസ് ഉണ്ടാവില്ല, നാളെ ഒരു വായന പോകണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റന്നാളെ ഒന്ന് നിങ്ങൾ നേരത്തെ എത്തി നമുക്ക് ആ ചോദ്യം ക്ലിയർ ചെയ്യണം. ഞാനും ശ്രദ്ധിച്ചു, നിങ്ങൾ പറഞ്ഞപ്പോ എന്തോ എനിക്ക് പാലിച്ച പറ്റിയാൽ നിങ്ങൾക്ക് പാലിച്ച പറ്റുന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് തീരുമാനം പറയാം. ഏതായാലും അതോടൊപ്പം ക്ലാസ് ഏതായാലും തൽക്കാലം നിർത്താണ്. ബഹുമാനപ്പെട്ട അബൂ സഫീദ ടെക്സ്റ്റ് ചെയ്ത് പൂർണ്ണമായൊന്നും വായിക്കാൻ കഴിയുന്നില്ല.
കുഞ്ഞിപ്പാത്തുമ്മ എന്നയാൾ ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ദുആ ചെയ്യണം. ജനാദ് നിസ്കരിക്കാനും വസിയത്ത് ചെയ്യുന്ന ഉസ്താദുമാരും അഡ്മിന്മാരും പ്രസിദ്ധപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. സ്ഥലം പൂക്കോട്ടൂർ എന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പാത്തുമ്മ എന്ന പണ്ടാരപ്പെട്ടി കുഞ്ഞിപ്പാത്തുമ്മ എന്ന സഹോദരി മരണപ്പെട്ടിട്ടുണ്ട്. പൂക്കോട്ടൂരുകാരിയാണ്. അദ്ദേഹം ആ മഹദിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാനും പൊറുക്കലിനെ തേടാനൊക്കെ നമ്മളോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. കഴിയുന്ന ആളുകളൊക്കെ ഓർമ്മയിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ച നിസ്കരിക്കാൻ ശ്രമിക്കാം. ഓർമ്മയിൽ നിൽക്കൂ എന്നുള്ളൊരു പേടിയാണ് സഹോദര. ഏതായാലും ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കഴിവതും ഉണ്ടോ എന്ന് നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്നവരൊക്കെ കുഞ്ഞിപ്പാത്തുമ്മ പൂക്കോട്ടൂർ എന്ന സഹോദരിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്കൊക്കെ അള്ളാഹു മഗ്ഫിറ, സഹോദരിക്കും നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. വല്ലാതെ ക്ഷീണമുണ്ട്. ഇന്ന് രാവിലെ 10-11 മണിക്ക് ബഹുമാനപ്പെട്ട ജാമിഅ ദാറുസ്സലാം അറബിക് കോളേജിന്റെ വാർഷിക സമ്മേളനത്തിന്റെ പ്രഖ്യാപനം, 13ാമത് സനദാന വാർഷികവും 40ാം റോബി ജൂബിലി വാർഷികവും വരുന്ന നവംബർ 26, 27, 28, 29 തീയതികളിൽ ശംസുൽ ഉലമ നഗറിൽ നന്ദിയിൽ വെച്ച് നടത്തപ്പെടാൻ ഇന്ന് വാർഷിക പ്രഖ്യാപന സമ്മേളനം സമസ്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാന്യനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് അതൊക്കെ വമ്പിച്ച വിജയമാവണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, അതുപോലെ നിങ്ങളുടെയൊക്കെ പ്രയത്നവും നിങ്ങളുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ ഞങ്ങളുടെ ജാമിഅ ദാറുസ്സലാമിന്റെ റൂബി ജൂബിലിയുടെ വാർഷിക സമ്മേളനത്തെ അറിയിക്കുന്നു. അള്ളാഹു ഒരു വൻപിച്ച വിജയമാക്കി തരട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ നിങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തണമേ എന്ന് ആവശ്യപ്പെട്ട് റഹ്മാനുറഹീമായ അള്ളാഹ് റബ്ബ് നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, കൂട്ടുകുടുംബാദികൾ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവർക്കൊക്കെ പാപങ്ങളൊക്കെ പുറത്തു വരികയും ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള തൗഫീഖും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം അവർക്കും നമുക്കും ആഫിയത്തോടെയുള്ള ദീർഘായുസ് അവന്റെ താഅത്തിലായി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലൊക്കെ പലരും രോഗികളാണ്. പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും നമ്മുടെയൊക്കെ ബന്ധപ്പെട്ടവരിലും ഞങ്ങൾക്ക് ഉസ്താദുമാരിലും മാതാപിതാക്കളിലും ഭാര്യ സന്താനങ്ങളിലും ഒക്കെ ഉണ്ട്. അള്ളാഹു അവരുടെയൊക്കെ രോഗങ്ങൾക്ക്, നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അള്ളാഹു പരിഹാരം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ ശരീഫാണ് കടന്നു വരുന്നത്. അള്ളാഹു നല്ല രൂപത്തിൽ റമളാനെ സ്വീകരിക്കാനും നല്ല രൂപത്തിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആഫിയത്തിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവൻ തന്ന നിഅമത്തുകളൊക്കെ അവൻ നമുക്ക് നിലനിർത്തി പെരുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും മറ്റു കീഴ്ഘടകങ്ങളുടെ നേതാക്കൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ്. സർവ്വജ്ഞനായ കോയക്കുട്ടി ഉസ്താദ് വീട്ടിൽ തന്നെയാണോ? ഞാൻ പിന്നെ അറിഞ്ഞിട്ടില്ല. കോയക്കുട്ടി ഉസ്താദ് വീട്ടിൽ തന്നെയാണോ ഉള്ളത്? സുഹൃത്തുക്കളെ, ബിസ്മില്ലാഹി ഉസ്താദ് സ്ഥലത്തുണ്ടോ? കോയക്കുട്ടി ഉസ്താദ് വീട്ടിൽ തന്നെയാണോ ഉള്ളത്? അല്ല ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോയിട്ടുണ്ടോ എന്നറിയോ? ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നാവും. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ്, ഹോസ്പിറ്റൽ തന്നെയുള്ളവരെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇത്രയും പെട്ടെന്ന് രോഗമൊക്കെ പൂർണ്ണമായി ശമിപ്പിച്ച് ദീർഘകാലം ഇനി നമുക്കൊക്കെ നേതൃത്വം തരാൻ അള്ളാഹു മഹാനുഭാവനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം നമ്മുടെ മറ്റു നേതാക്കൾ, പണക്കർ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളടക്കമുള്ള നമ്മുടെ നേതാക്കൾക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. സ്വേസ് നാഷണൽ ഡെലിഗേറ്റ്സ് കോൺഫറൻസ് ബാംഗ്ലൂരിൽ നടക്കുന്നു. വളരെ വമ്പിച്ചൊരു വിജയമായി സമസ്തക്കും കീഴടങ്ങൾക്കൊക്കെ വലിയൊരു മുന്നോട്ടുള്ള ഗമനത്തിന് നിമിത്തമായി ആ സമ്മേളനത്തെ അള്ളാഹു മാറ്റി പെരുമാറാവട്ടെ. അതിന്റെയൊക്കെ പ്രവർത്തകർക്കും സഹായികൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സുഹൃത്തുക്കൾ, നാം ദ്വായമേൽപ്പിക്കപ്പെട്ടവർ, നമ്മളോട് ദ്വായമേൽപ്പിച്ചവർ, അങ്ങനെ പലരുമുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ കബറിടം സന്തോഷത്തിലാക്കി നമ്മയും അവരെയും നാളെ സ്വർഗ്ഗലോകത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ചുകൂടാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു.